അങ്ങനെ വണ്ടി കിട്ടി. അതായത് 3 ആഴ്ചയായി വണ്ടി നാളെ തരാം നാളെ തരാം നാളെ തരാം നാളെ തരാം ഷോറൂമുകാർ ഇങ്ങനെ പറഞ്ഞ് 3 ആഴ്ചയായി. ഒന്ന് ആലോചിച്ച് നോക്ക്. 3 ദിവസം വർക്കിംഗ് ഡേ കഴിഞ്ഞ് 4-ാമത്തെ ദിവസം തരാമെന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇപ്പം 3 ആഴ്ചയായി. സോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല വണ്ടി ഇല്ലാത്തത് കാരണം. അപ്പോൾ നേരത്തെ വണ്ടി എൻ്റെ ഡിയോ ആയിരുന്നു. അത് ഞാൻ മൈലേജ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. 6-7 വർഷം എൻ്റെ ഇരുന്ന് ആ വണ്ടി. സോ കൊടുത്തപ്പോഴത്തേക്കൊരു വിങ്ങലൊക്കെ ഉണ്ടായിരുന്നു. കയ്യും കാലൊക്കെ ഒരു വിറയിലൊക്കെ ആയിരുന്നു എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയ സമയത്ത്. പക്ഷേ ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഇത് മൈലേജ് വണ്ടിയാണ്. സോ ഇപ്പം ഞാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം, ഇന്നിപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ഒന്ന് അമ്പലത്തിലൊക്കെ പോയി ഇത്തിരി ചന്ദനമൊക്കെ തൊടിയിപ്പിച്ച് ചെറുക്കനെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. സോ ഇത് ഏത് വണ്ടിയാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാനവിടെ കാണും. ഓക്കെ, ബൈ. ഇതെന്തൊരു ഡ്രസ്സ്, ഇത് കൊള്ളൂലേ? അല്ലെങ്കിൽ നിൻ്റെ ആ ഹെയർ സ്റ്റൈലെങ്കിലും മാറ്റണ്ടേ നീ? ഹെൽമെറ്റ് വേണോ? അത് തന്നെ, ഹെൽമെറ്റ് എനിക്ക് വേണ്ട എന്തായാലും. എനിക്ക് വീട്ടിനകത്ത് അങ്ങനെ കൊണ്ടുപോയി. പോവാ ബാ. മതിയച്ച വീട്ടിൽ പാടി. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ വന്നു പുതിയ വണ്ടിയും കൊണ്ട്. സോ പായസം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ പായസം മേടിക്കാനായിട്ട് അമ്പലത്തിൽ തന്നെ കറങ്ങി നിൽക്കുകയാണ് ഗൈസ്. നാളെ ക്ഷേത്രത്തിൽ പൂജ നടത്തിയത് അതുല്യ താഴ്ത്തവേട് ആരാധക നിവാസൂർ തൃക്കേട്ടനാളായ നാളെ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് അതുല്യ താഴ്ത്തവേട് ആരാധക നിവാസൂർ. ആഹാ, അടിപൊളി. അയ്യേ, പോവാ.